പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? ജനങ്ങളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ആവേശഭരിതമാക്കുന്ന അല്ലെങ്കിൽ ഊർജ്ജദായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇനിയും ഉയർന്നു വന്നിട്ടുണ്ടോ? പ്രതിപക്ഷത്തിന് അതിനെത്ര കഴിഞ്ഞിട്ടുണ്ട്? ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ഡീലുണ്ടാക്കുന്നു എന്ന ആരോപണം കഴിഞ്ഞ 5 ദിവസമായി ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് UDF-ന്റെ നേതാക്കൾ. അതിനപ്പുറം പോയി ജനജീവിത പ്രശ്നങ്ങൾ, ജീവസന്ധാരണ പ്രശ്നങ്ങൾ, മനുഷ്യരെ നേരിട്ട് വൈകാരികമായി സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ കൊണ്ടുവരുന്നതിൽ UDF പരാജയപ്പെടുകയാണോ? ഡീൽ എന്ന ആരോപണത്തിൽ എത്ര വസ്തുതയുണ്ട്? SDPI പോലെയുള്ള സംഘടനകൾ എടുക്കുന്ന വിചിത്രവും അസാധാരണവുമായ നിലപാടുകളുടെ ആദ്യത്തെ ഗുണഭോക്താവ് CPM ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. CPM-ന്റെ ബന്ധുക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ്, ഏതൊക്കെ നിലയ്ക്കുള്ള ബാന്ധവങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടെന്ന ക്വസ്റ്റ്യനും ഇവിടെ ഉയർന്ന് കേൾക്കുകയാണ്. ഈ വിഷയങ്ങൾ സംസാരിക്കുകയാണ് നമ്മൾ. എന്നോടൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ തൗഫീഖ് രാജൻ, ഒപ്പം ശ്രീ രാജേഷ് ചിറപ്പാട്, ഇടത് സഹയാത്രികൻ ശ്രീ MN കാരശ്ശേരി, നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ആദ്യം ശ്രീ തൗഫീഖ്, കോൺഗ്രസ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ഡീൽ ആരോപണമാണോ? ആ ഡീൽ ആരോപണം കേട്ടിട്ട് ജനം ഒന്നാകെ ഒഴുകി വന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോളും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല ജിംഷാദെ, ഞങ്ങൾ ഡീലിനപ്പുറത്തേക്കാ ഡീൽ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകും. കാരണം UDF നേരിടുന്നത്, ടീം UDF നേരിടുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് CPM-ഉം BJP-യും ഉൾപ്പെടുന്ന CJP സഖ്യത്തെയാണെന്നുള്ള കാര്യം തർക്കമില്ല. അതിനപ്പുറത്തേക്കാ ഇവിടെ നിഷാദ് ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് കേവലം ഡീൽ ഉയർത്തി മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സമസ്ത മേഖലകളും തച്ചു തകർത്ത ജനവിരുദ്ധ ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ പൊതുസമൂഹത്തിൽ വിലയിരുത്തുക, പൊതുസമൂഹത്തിന്റെ വികാരം പ്രതിഫലിപ്പിക്കുക, ആ തലത്തിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിഷാദിനെ അറിയാമല്ലോ, സമസ്ത മേഖലകളിലും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഓരോ വകുപ്പായി ഓരോ മേഖലയായി എടുത്ത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആരോഗ്യ മേഖല, ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ സമസ്ത മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ നോക്കിയാൽ ആരോഗ്യ മേഖല പൂർണ്ണ പരാജയമായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആരോഗ്യ മേഖലയുടെ പ്രശ്നമായാലും കൊള്ളാം, പോലീസിന്റെ പ്രശ്നമായാലും എല്ലാം നിങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. നിങ്ങൾക്ക് വിശദീകരിക്കുക ഇനിയും പറയാനുണ്ടാവും. എന്റെ ചോദ്യം അതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കൊരു മുദ്രാവാക്യം സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? കഴിഞ്ഞ 4-5 ദിവസമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം ഡീൽ ആരോപണമാണ്. ആ ഡീൽ ആരോപണത്തിലാണ് നിങ്ങൾ ഊന്നുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഒരു സംഗതി ഉണ്ടാവണമല്ലോ ഏത് തെരഞ്ഞെടുപ്പിലും. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമലയായിരുന്നു. പോറ്റിയെ കയറ്റി എന്ന പാട്ടായിരുന്നു. അതിലാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പ്രവർത്തിച്ചത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു. അതിനോട് ഡീൽ ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഏത് വിഷയം ഉന്നയിക്കാം, ഏത് വിഷയത്തിൽ നിങ്ങൾ കേന്ദ്രീകരിക്കാം. നിങ്ങളുടെ വിഷയം ഡീലാണോ ഞാൻ ചോദിക്കുന്നത്? നിഷാദ, എന്ത് സംശയം? ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിനെ പരാമർശിച്ചാണ് അങ്ങനെയുള്ള ചോദ്യം ഉണ്ടായെങ്കിൽ, ഇവിടെ പാലക്കാട് സീറ്റിൽ അടക്കം UDF വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് അത് BJP-യെ ജയിപ്പിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നിഷാദിനോട് 1-2 ഉദാഹരണം പറയാം. അതായത് ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു മണ്ഡലത്തിൽ, അതായത് BJP-ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് 2020 ആണ്. ഈ 2020 BJP പാളയത്തിൽ NDA പാളയത്തിൽ എത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അപ്പൊ BJP-യുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള റാന്നിയിൽ 2020 മത്സരിക്കുന്നു. കോന്നിയിൽ ഞങ്ങളുടെ DCC അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചോർബിൽ മത്സരിക്കുന്ന സീറ്റിൽ മുൻപ് നിഷാദിന് അറിയാമല്ലോ, BJP-യുടെ A ക്ലാസ് മണ്ഡലം എന്ന് വിധിയെഴുതിയ സ്ഥലത്ത്, A ക്ലാസ് മണ്ഡലം എന്ന് പരാമർശിച്ച സ്ഥലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ് സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലത്ത് ഇപ്പോ പേര് പോലും സത്യം പറഞ്ഞ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് BJP-ക്കായി അവതരിക്കുന്നത്. അപ്പൊ NDA-ക്കായി അവതരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോ ഈ മുൻകാലങ്ങളിൽ അടക്കം ഈ സർക്കാർ ഏതെല്ലാം തലത്തിൽ ഏതെല്ലാം ഘട്ടത്തിൽ ഈ സംഘപരിവാർ സംഘടനകളുമായി BJP-യുമായി രഹസ്യ ബാന്ധവം, രഹസ്യ ഡീൽ എന്നുള്ളത് നമ്മൾ പലകുറി ചർച്ച ചെയ്ത് മുന്നോട്ട് പോയതാണ്. ഈ ഘട്ടങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് നിഷാദെ ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, CJP സഖ്യം ടീം UDF-നെ പരാജയപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് സീറ്റിൽ ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ അടക്കം ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായാസ്തവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ സത്യത്തിൽ സാക്ഷാൽ കാരണഭൂതന്റെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാരണഭൂതന്റെ ലക്ഷ്യം സംഘപരിവാറിനെങ്കിൽ സംഘപരിവാറിന് വിനീത വിധേയനായി നിന്ന പിണറായി 3.0 യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ കാരണഭൂതന്റെ ലക്ഷ്യമെങ്കിൽ അത് വിലപോകില്ല. ഒരു താമരയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ രാജീവ് ചന്ദ്രശേഖരന് പോലും
മത്സരിക്കുന്ന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പോലും അത്തരത്തിലൊരു താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് അവരെക്കാൾ ആഗ്രഹിക്കുന്നത്, അവരെക്കാൾ അതിന് താല്പര്യപ്പെടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്ന സാഹചര്യം ഇത്തരത്തിൽ പാലക്കാട് പറഞ്ഞു വെക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഉദാഹരണ സഹിതം നമുക്ക് സംബന്ധിക്കാം. അതായത് നിഷാദെ, പാലക്കാട് ഈ പറയുന്ന BJPക്ക് CPM-ന് 2 സ്ഥാനാർത്ഥികൾ നമ്മൾ എടുത്ത് പരിശോധിക്കാമല്ലോ. പാലക്കാട് ആരാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയായി, ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കടന്നു വന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ആരൊക്കെയാണ് ആ ഘട്ടത്തിൽ ആ മേഖലയിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആരൊക്കെ സാധ്യതാ പട്ടികയാണ് കൈമാറിയതെന്നും ആ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണോ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഫിരിയാനി എന്നിയപ്പോ പിരിപോയ സലിന്റെ പേരും ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ആ സലിനെ പോലെ ഒന്ന് സ്ഥാനാർത്ഥിയാക്കാതെയാണ് ഇവർ മുന്നോട്ട് പോയെന്നൊക്കെ പറയുമ്പോ പ്രകടമാണ്. ഇവിടെ ജീൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ജീൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് ഇവിടെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഡീൽ എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായും കൃത്യമായും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. തൗഫീഖ് പറയുന്നതിനകത്തൊരു ഒരു ശബ്ദത്തിനൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ ഹെഡ്സെറ്റിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ പറഞ്ഞ പ്രോപ്പറായി ഇവിടെ വൃത്തിയായി കേൾക്കുന്നില്ല.